എക്സൻസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഞെക്കുക. ഇങ്ങനെ വരും, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഞെക്കി കൊടുക്കുക. ഇവിടെ നമ്മുടെ കൺട്രി കൊടുക്കുക, ഇന്ത്യ. മെയിൽ ഐ ഡി കൊടുക്കുക. WP എടുത്തുകൊണ്ട് പോവാ. ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കുക. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്പറും സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ മിസ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അവിടെ മെയിൽ ഐ ഡി ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. മെയിലിലേക്ക് ഒരു OTP പോകും, അത് അടിച്ചു കൊടുക്കണം. $55 59 04 കണ്ടിന്യൂ കൊടുക്കുക. രണ്ടാമത്തെ കൺഫേം ഫോൺ നമ്പർ കൊടുക്കുക. ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുക. നമ്മൾ 95 44 42 12 14 96 കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഫോൺ നമ്പറിലേക്ക് പോകുന്ന OTP അടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് നൗ. നമ്മുടെ പേര് കൊടുക്കുക. നമ്മുടെ ആധാറിലുള്ളവരെ പേര് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, മാസം, യുവർ റീജിയൻ. നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റാണ് കൊടുക്കേണ്ടത്, കേരളം. അഡ്രസ്സ് കൊടുക്കുക. എല്ലാം ആധാറിലുള്ള പോലെ അടിച്ചു കൊടുക്കണം കേട്ടോ, അഡ്രസ്സൊക്കെ, അല്ലെങ്കിൽ പ്രശ്നം വരും. ഇവിടെ മെയിൽ കൊടുക്കുക. ആണാണോ പെണ്ണാണോ എന്നുള്ളത് കണ്ടിന്യൂ കൊടുക്കുക. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഓപ്പണിങ് യുവർ അക്കൗണ്ട്. ഇവിടെ ഫസ്റ്റ് കൊടുക്കുക ഇൻവെസ്റ്റ്മെൻറ്റ്. പ്ലീസ് സെലക്ട് യുവർ സോഴ്സ് ഓഫ് ഇൻകം. ഇൻകം എന്താണ്, വരുമാനം ചോദിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. വാട്ട് ഈസ് യുവർ ഒക്കുപ്പേഷൻ. ഇവിടെ എന്തെങ്കിലും കൊടുത്താൽ മതി. മാർക്കറ്റിംഗ്. ഇവിടെ നമ്മുടെ വരുമാനം ചോദിക്കണം, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഏറ്റവും കുറഞ്ഞ അടിച്ചു കൊടുക്കുക. വാട്ട് ഈസ് യുവർ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. ജോലി ഉണ്ടോ, ഫുൾ ടൈം ജോലി, ആദ്യത്തെ കൊടുക്കുക. ഫസ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വാട്ട് ഈസ് യുവർ ഇയർലി ഇൻകം ആഫ്റ്റർ ടാക്സസ്. അതായത് നമ്മുടെ വരുമാനം, വർഷത്തിലുള്ള വരുമാനം ഏറ്റവും കുറഞ്ഞു കൊടുത്താൽ ഏറ്റവും അടിയിൽ കിടക്കുന്നത്.
മറ്റേ ഇതെല്ലാം ഏറ്റവും കുറഞ്ഞു കൊടുത്താൽ മതി. വാട്ട് ഈസ് യുവർ CFD ട്രേഡിംഗ് എക്സ്പീരിയൻസ്? നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് അത് ഏറ്റവും കുറഞ്ഞു കൊടുക്കുക, 10 to 40. ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ഓൺ മാർക്കറ്റ് അനാലിസിസ്, റീഡിംഗ് ന്യൂസ് ആൻഡ് ട്രേഡിംഗ് പെർ വീക്ക്? അത് ഇഷ്ടമുള്ള കൊടുക്കുക, ലെസ് ദാൻ 4 hours. വാട്ട് ഈസ് ദി ആൻറ്റിസിപ്പേറ്റഡ് മന്ത്ലി ഇൻകം യു ആർ പ്രിപ്പയർഡ് ഇൻവെസ്റ്റ് ഇൻ ബിസിനസ്? ഇൻകം എത്ര പ്രതീക്ഷിക്കുന്നത്? അതൊന്നും നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. വാട്ട് ആർ യുവർ പ്ലാൻ ഓൺ ട്രേഡിംഗ് വിതിൻ 1 year? ട്രേഡിംഗ് കോച്ച് ഏത് വേണമെങ്കിലും കൊടുക്കുക, ഇഷ്ടമുള്ളത്. വാട്ട് ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഡു യു പ്ലാൻ ടു യൂസ്? അതായിട്ട് കൊടുക്കുക, മെറ്റൽ ആൻഡ് ഗോൾഡ്, ഇതൊക്കെ ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. കണ്ടിന്യൂ കൊടുക്കുക. ഹൗ ഡു യു അബൌട്ട് എക്സ്പീരിയൻസ് ഫോർ ദി ഫസ്റ്റ് ടൈം? TV എസിനെ കുറിച്ച് എങ്ങനെയാണ് കേട്ടതെന്നുള്ളത് അത് TV കൊടുക്കുക, ഏതെങ്കിലും ഇഷ്ടമുള്ള കൊടുക്കുക. ഓക്കെ. ഇനി വെരിഫൈ, ആധാറിൻ്റെ കോപ്പി കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഡാറ്റ യൂസ് എഗ്രിമെൻറ്റ്, US റെസിഡൻറ്റ്, നോൺ US റെസിഡൻറ്റ് ആദ്യത്തെ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. സെലക്ട് കൺട്രോൾ ഇഷ്യൂ യുവർ ഐഡൻറ്റിറ്റി, ഇന്ത്യ കൊടുക്കുക. സെലക്ട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്, ആധാർ കാർഡ് കൊടുക്കുക. യുവർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്നുള്ളിടത്ത് ആധാർ കാർഡ് കൊടുക്കുക. ഇവിടെ നമ്മുടെ ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. ആധാറിൻ്റെ കോപ്പിയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ആധാറിൻ്റെ ഫ്രണ്ട് പേജ് കൊടുക്കുക, താഴത്തെ ആധാറിൻ്റെ ബാക്ക് പേജ് കൊടുക്കുക. ഇനി നമ്മുടെ ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു മെയിൽ വരും. അപ്പോൾ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് മെയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്ത കോപ്പി ഫെയിലായിപ്പോയി. അപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യണം. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്യണം. അതായത് നമ്മുടെ അഡ്രസ് പ്രൂഫും ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് 2 വെരിഫിക്കേഷനാണുള്ളത്. അതിനകത്ത് അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടതുവശത്ത് മുകളിലുള്ള സെറ്റിംഗ് ഞെക്കിയിട്ട് കണ്ടോ, ഈ സെറ്റിംഗ് എടുക്കുക. സെറ്റിംഗ് എടുത്ത് കഴിയുമ്പോൾ പ്രൊഫൈൽ എടുക്കുക. ഇതുണ്ടോ, പ്രൊഫൈൽ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് വെരിഫൈഡ്, പച്ച കളറിൽ. യുവർ ഐഡൻറ്റിറ്റി വെരിഫൈഡ്. ഈ ഐഡൻറ്റിറ്റി വെരിഫൈ ആയതിനു ശേഷമേ നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അഡ്രസ് വെരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആധാറിൻ്റെ നമ്മുടെ ലൈസൻസിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ വോട്ടർ ID കോപ്പി കൊടുത്താൽ മതി. ലൈസൻസിൻ്റെ കോപ്പിയുടെ ഫ്രണ്ട് പേജ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വെരിഫൈ റെസിഡൻസ് അഡ്രസ്സ് എന്നുള്ളത് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് നൗ ഞെക്കിയിട്ട് ഇവിടെ നമ്മൾ വെരിഫൈ റെസിഡൻസ് ഇവിടെ പറയുന്നുണ്ട്. ഡ്രൈവേഴ്സ് ലൈസൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഫ്രണ്ട് കൊടുത്താൽ മതി, ഒരു പേജ് കൊടുത്താൽ മതി. നമ്മൾ ആധാറിൻ്റെ കോപ്പി കൊടുത്തെങ്കിൽ ഇവിടെ ലൈസൻസ് കൊടുക്കണം. കൊടുത്ത് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ആധാറിൻ്റെ കോപ്പി ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല, അത് റിജക്റ്റായി പോകും. ആധാറിൻ്റെ കോപ്പി ഓൾറെഡി IDക്ക് വേണ്ടി കൊടുത്തു. ഇനി നമ്മൾ അഡ്രസ് പ്രൂഫിന് വേണ്ടി ഒന്നല്ലേ ലൈസൻസിൻ്റെ കോപ്പി അല്ലെങ്കിൽ വോട്ടർ ID കോപ്പി. ഇവിടെ ലൈസൻസിൻ്റെ കോപ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ലൈസൻസിൻ്റെ കോപ്പിയുടെ ഫ്രണ്ട് പേജ് അങ്ങ് കൊടുത്താൽ മതി. ഫ്രണ്ട് പേജ് മാത്രം കൊടുത്താൽ മതി ലൈസൻസിൻ്റെ കോപ്പിയുടെ. എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. യുവർ ഡോക്യുമെൻറ്റ്സ് ആർ അണ്ടർ വ്യൂ. അതൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരും, റെസിഡൻഷ്യൽ അഡ്രസ്സ് വെരിഫൈഡ് എന്ന് പറഞ്ഞ്. എന്നാൽ മാത്രമേ നമുക്ക് UPI ഡിപ്പോസിറ്റ് ഓണായി കിട്ടത്തുള്ളൂ.